ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്നാണ്. അപ്പോൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 1 അപ്പോൾ ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്ക് ഈ ഡോക്ടർമാരെല്ലാം ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം കൊറോണയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സും അതുപോലെ തന്നെ നഴ്സുമാരും ചെയ്യുന്ന സേവനങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് ജൂലൈ 1. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കേരള പോലീസിന്റെ പുതിയ IG ആയിട്ട് നിയമിതനായത്. അപ്പോൾ IG ആയിട്ട് നിയമിതനായിരിക്കുന്നത് P. വിജയനാണ്. P. വിജയനാണ് കേരള പോലീസിന്റെ IG ആയിട്ട് നിയമിതനായിരിക്കുന്നത്. കേരള പോലീസിന്റെ IG ആയിട്ട് നിയമിതനായിരിക്കുന്നത് P. വിജയൻ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. കർഷകർക്ക് വേണ്ടി HDFC ബാങ്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ HDFC ബാങ്ക് കർഷകരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനും കർഷകർക്ക് ഗവൺമെന്റിന്റെ പദ്ധതികൾ നേരിട്ട് അറിയിക്കുവാൻ വേണ്ടി അവരുടെ മൊബൈലിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ HDFC ബാങ്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് കിസാൻ ധൻ. കിസാൻ ധൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരാണ് രൂപീകരിച്ചിരിക്കുന്നത്? HDFC ബാങ്ക് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അത് കർഷകരിലേക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതികളും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ മൊബൈലിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം. വിസ്ഡന്റെ റിപ്പോർട്ടിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ 21ാം നൂറ്റാണ്ടിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെ എന്നുള്ളതാണ്. അപ്പോൾ 21ാം നൂറ്റാണ്ടിലെ മോസ്റ്റ് വാല്യുബിൾ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരുടെയാണ്? വിസ്ഡൻ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആരാണ്? രവീന്ദ്ര ജഡേജ. അപ്പോൾ ഇന്ത്യയുടെ സ്പിൻ ബൗളിംഗും അതുപോലെ തന്നെ ബാറ്റ്സ്മാൻ കൂടിയായ രവീന്ദ്ര ജഡേജയാണ് 21ാം നൂറ്റാണ്ടിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയിട്ട് വിസ്ഡൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയും ഏത് രാജ്യവും ചേർന്നാണ് ഗൊലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൊലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്ട് ഒപ്പുവെച്ചിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ചേർന്നാണ്? ഇന്ത്യയും ഭൂട്ടാനും ചേർന്നാണ്. അപ്പോൾ ഇന്ത്യയും ഭൂട്ടാനും സംയുക്തമായിട്ടാണ് ഏത് പ്രോജക്റ്റ് ആണ്? ഗൊലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്ട്. ശ്രദ്ധിക്കുക, ഗൊലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ഭൂട്ടാനും കൂടെ ചേർന്നാണ് ഇത് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഭൂട്ടാന്റെ പ്രസിഡന്റ് ആരാണ്? ഭൂട്ടാന്റെ പ്രസിഡന്റ് ആരാണെന്നുള്ള കാര്യം നമ്മൾ അത് പ്രത്യേകം ഓർക്കുക. ലോട്ടെ ഷെറിംഗ് ആണ് ഭൂട്ടാന്റെ പ്രസിഡന്റ്. ലോട്ടെ ഷെറിംഗ് ആണ് ഭൂട്ടാന്റെ പ്രസിഡന്റ്. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയും ഭൂട്ടാനും ചേർന്നാണ് ഏത് പ്രോജക്റ്റ് ആണ്? ഗൊലോക്ചു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. 2021 അപെക് ക്യാൻസൽ ചെയ്ത രാജ്യം. അപ്പോൾ എന്താണ് അപെക്? അപെക് എന്ന് പറയുന്നത് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ. ഇപ്പോൾ 2021 ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ക്യാൻസൽ ചെയ്ത രാജ്യം. അപ്പോൾ ഒരു രാജ്യത്ത് വെച്ചാണ് ഇത് നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. ആ രാജ്യം അത് 2021 ഇത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അത് അടുത്തവർ വിർച്വൽ സബ്മിറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ് ആണ്. അപ്പോൾ ന്യൂസിലൻഡ് ആണ് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ന്യൂസിലൻഡിലെ ഓക്ലാൻഡിൽ വെച്ചാണ് ഇത് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഓക്ലാൻഡിൽ വെച്ചാണ് ഇത് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിപ്പോൾ അവർ അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? സിംഗപ്പൂരാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ റബേക്ക ഫാത്തിമയാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പോൾ സിംഗപ്പൂരാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. റബേക്ക ഫാത്തിമയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. റബേക്ക ഫാത്തിമയാണ് എപെക്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. സിംഗപ്പൂർ ആണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1989 1989 എപെക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം. കായിക താരങ്ങളുടെ ഉത്തേജകം തടയുവാൻ നാഡ പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം, കായിക താരങ്ങൾ ഉത്തേജക മരുന്നടിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഇത് തടയുവാൻ വേണ്ടി അവരെ ഒന്ന് ബോധവൽക്കരിക്കുവാൻ വേണ്ടി നാഡ ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ നാഡ? നാഷണൽ ആന്റി ഡ്രോപ്പിംഗ് ഏജൻസി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ആപ്ലിക്കേഷന്റെ പേരാണ് നാഡ ഇന്ത്യ ആപ്പ്.
അപ്പോൾ ഇന്ത്യയിലെ കായിക താരങ്ങളെ ഉത്തേജക മരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി അതിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തേജക മരുന്നിന്റെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു അവയർനെസ് പോലെ നൽകിക്കൊണ്ട് നാഡ മൊബൈൽ ആപ്പ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്ന ആരാണ്? നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസിയാണ്. ഇനി അടുത്ത ചോദ്യം, 2020 ജൂലൈ മുതൽ ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്നത്? ഛത്തീസ്ഗഡിലാണ്. 2020 ജൂലൈ മുതൽ ഏത് സ്കീമാണ്? ആദർശ് പോലീസ് സ്റ്റേഷൻ സ്കീം ആരംഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ എന്നാണ്. അപ്പോൾ ദേശീയ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ എന്ന് പറയുന്നത് ജൂലൈ 1-നാണ്. അപ്പോൾ ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ ആണ്. അതുപോലെ മറ്റൊരു ദിനവും കൂടി ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ ഇന്ന് നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ കൂടിയാണ്. ഇതിന്റെ 72ാമത്തെ സെലിബ്രേഷൻ ആണ്. 72ാമതാണ് ഇത് ആചരിക്കുന്നത്. 72ാമത്തെ സെലിബ്രേഷൻ ആണ് ഇന്നത്തെ നാഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഡേ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പുതിയ സിഇഒ. അപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന് പുതിയ സിഇഒ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് രവീന്ദർ ഭാക്കർ. രവീന്ദർ ഭാക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇതിനു മുമ്പ് അനുരാഗ് ശ്രീവാസ്തവയായിരുന്നു ഇദ്ദേഹം വരുന്നതിന് മുൻപ്. ഇപ്പോൾ പുതിയ സിഇഒ വന്നിരിക്കുന്നു. ആരാണ്? രവീന്ദർ ഭാക്കർ. ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പൊതുമേഖലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം ഏത് എന്നതായിരുന്നു ചോദ്യം. ഒറ്റപ്പാലം, പാലക്കാടാണ് ഉത്തരം. അപ്പോൾ പൊതുമേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? ഒറ്റപ്പാലം, പാലക്കാട്. ഇനി ഈ ആഴ്ചയിലെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതി. ചോദ്യം ഇതാണ്, കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു പദ്ധതി ആരംഭിക്കുന്നുണ്ട്. 950 കോടി രൂപ മുടക്കി. ആ പദ്ധതിയുടെ പേര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.